അമ്മൂട്ടി എവിടെ സാവിത്രി? ഇതുവരെ വന്നിട്ടില്ല. എഴുന്നേറ്റില്ലെന്നാ തോന്നണേ. ഏയ്, എഴുന്നേൽക്കാതിരിക്കില്ല. ലേഖ എണീറ്റില്ല? ഇനിയും വിളിച്ചില്ല. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാമെന്നൊന്ന് പറഞ്ഞേക്കും. ചിലപ്പോ അവൾക്ക് അതൊന്നും നിശ്ചയം ഉണ്ടാവില്ല. ഈ അമ്മൂട്ടി എവിടെ പോയി? എന്താ കുമാര, രാവിലെ അമ്മൂട്ടിയെ കണ്ടില്ലല്ലോ? അമ്മൂട്ടിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി അവക്ക്? രാത്രി വയ്യാതായി. പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞ്? ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഓ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവൾ എവിടെ? കിടക്കുക. എന്തു പറ്റി മോളെ നിനക്ക്? വിവരം കെട്ടവനെ, എത്ര രാത്രിയായാലും സുഖമില്ലെങ്കിൽ വിളിച്ചൂടെ? ഡോക്ടർ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? സാവിത്രി അടുത്തേക്ക് ഉണ്ടായ പോലെ വല്ല ദഹനക്കേടായിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഡോക്ടർ പറഞ്ഞ നേരാണോ മോളെ? ഈ പൊട്ടന് രാവിലെങ്കിലും വന്ന് പറയാമായിരുന്നില്ലേ? സാവിത്രി അടുത്തേക്കും ശാരദ അടുത്തേക്കും കിട്ടാത്ത ഭാഗ്യം വേണ്ടിയിരുന്നില്ല. എന്താ കുമാര നീ പറയണേ? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നീയല്ലേ? ഈശ്വര, ഇവിടെ നിനക്ക് പിടിച്ചു തന്നല്ലോ. മോള് വാ, മുത്തശ്ശിയെ അറിയിക്കണ്ടേ? വാ. ആ ഡാ, മേടിച്ചു നിൽക്കാതെ ഡോക്ടർ വല്ല മരുന്ന് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി മേടിച്ചോണ്ട് വാ. മരുന്ന്. ആ പിന്നെ പച്ചമാങ്ങ ഒരു വട്ടിയൊന്നും വേണ്ട കേട്ടോ. വിഷിക്കനി വെറുതെ ആവില്ലെന്ന് പണിക്കർ പറഞ്ഞ ഫലിച്ചല്ലോ. ഇതൊന്നും നിന്റെ മെടുക്കല്ലട കോന്ത. എന്റെ പേരക്കുട്ടി തറവാട്ടില് കാലെടുത്ത് കുത്തിയതിന്റെ ഐശ്വര്യ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. അവന് ആൺകുട്ടിയാ. നീ എല്ലാ സ്കൂളിൽ അടച്ചോക്ക്. എടാ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? വേണ്ട, ഒരാഴ്ചത്തെ ലീവ് എടുക്കട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ചമ്മേ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ ഉടനെ സ്കൂളിൽ പോയ അവക്ക് വിഷമാവൂലേ? ഞാനിവിടെ ഇരുന്നാലാവും അവക്ക് കൂടുതൽ വിഷമം. പോടാ, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഓരോ വർത്താനം. ഉച്ചക്ക് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്ക്. അതൊക്കെ ഇനി നിന്റെ ആളുടെ അടുത്ത് പറഞ്ഞാ മതി. പോണോ ബാല? പോട്ടെ മുത്തശ്ശി, ഭാര്യയേക്കാൾ മുഖ്യം സ്റ്റുഡൻസ് അല്ലേ. പാലേട്ട് റെഡി ആയിക്കോളൂ, ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. മിടുക്കിയാണ് അവള്. നിന്റെ ഭാഗ്യ കുട്ടിയെ. വല്ലാത്ത ഭാഗ്യം തന്നെ. ആന്റി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി പോലും ഇല്ല അല്ലേ? ആ, എന്താ ഇഷ്ടം എന്ന് വെച്ചാ ഉണ്ടാക്കി തരാനാ അമ്മ പറഞ്ഞിരിക്കണേ. ഉച്ചയൂണ് സ്പെഷ്യൽ എന്താ വെച്ചാ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ ഊണ് കഴിക്കില്ല. പിന്നെ വെരി സിമ്പിൾ. രാവിലെ കുമ്പളങ്ങ ജ്യൂസ്, ഉച്ചയ്ക്ക് റോ വെജിറ്റബിൾസ്, എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ, രാത്രി ഒരു ജ്യൂസ്. അത് മതി ഊട്ടി, ധാരാളം. പിന്നെ യോഗ, എക്സസൈസ്. ആന്റിമാർക്ക് തടി കുറയ്ക്കണോ? എന്റെ കൂടെ എക്സസൈസ് ചെയ്താൽ മതി. അതൊക്കെ ചെയ്യാം, പക്ഷെ ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ശ്രമിച്ചൂടെ? ഒന്ന് ശ്രമിക്കാം എടുത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോളുണ്ട്. ഞാൻ ഇപ്പൊ വരാം. എന്താ സ്ത്രീ ജനങ്ങളുടെ ഒരു ബഹളം? ഏയ്, ഒന്നില്ല. ശ്രീധരേട്ടാ, ഇത് ഞാനാ, സാവിത്രി കുട്ടി. രക്തചന്ദനം പുരട്ടിയതാ, നമ്മുടെ ലേഖ പഠിപ്പിച്ചതാ. ശ്രീധരേട്ടാ, ഇത് ഞാനാ. അയ്യോ, എന്റെ ഈശ്വര. ശാരദയെടുത്തി ഒന്ന് വന്നേ. ശാരദയെടുത്തി, പേടിച്ചു പോയി. ഞാനും ശ്രീധരേട്ടൻ അവിടെ ബോധം കെട്ടി കിടക്കുക. അയ്യോ, ശ്രീധരേട്ടാ, ശ്രീധരേട്ടോ, ശ്രീധരേട്ടാ, 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 എനിക്ക് ശ്രീധരേട്ടോ, ചേട്ടാ. ഇപ്പൊ കഴിക്കണം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവള് ആഹാരം കഴിക്കണില്ലാന്ന്. ഇനി മുതൽ ഞാനും സാവിത്രി അങ്ങനെ ആവാൻ പോവാ. ആഹാരം കഴിക്കാതെ അവസാനം വല്ല സുഖക്കേടും വരും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ. നിനക്കെന്താ ബാല ഒരു വല്ലായ്മ? ഒന്നുമില്ല അച്ചമ്മേ. ഞാൻ തുറന്നു പറയാൻ പോവാ. വേണ്ട ചെറിയച്ച. ഇല്ല, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയും. പറയൂ ശ്രീധര, എന്താ കാര്യം?
അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? അതെ, അതിന് പരിഹാരം ഇന്നുണ്ടാക്കണം. ബാലനൊരാഗ്രഹം എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പുതുമോടി അവനും ഒരാഗ്രഹം ഉണ്ടാവില്ലേ? ബാലനും ലേഖയ്ക്കും മധുവിധം ആഘോഷിക്കാൻ എങ്ങോട്ടെങ്കിലും പോണോന്ന്. ഇത്രേ ഉള്ളൂ. അച്ഛമ്മ തടസ്സം വയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? രണ്ടാളും നാളെ തന്നെ പുറപ്പെട്ടോട്ടെ. ഇല്ലേ ലക്ഷ്മി? എവിടേക്ക് പോണെന്ന് വെച്ചാ അവര് പോയിട്ട് വരട്ടെ, ആ സന്തോഷായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. വിഘ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. കുട്ടികളുടെ ജാതപ്രകാരം സന്തതികൾ ഉണ്ടാകേണ്ടതാണ്. മാസം 8 കഴിഞ്ഞില്ലേ പണിക്കരെ? സർപ്പകോപം തീർന്നില്ലെന്നുണ്ടോ? അശേഷം കാണില്ല. ഏതായാലും മണ്ണാർശാലയ്ക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കുക. ശുഭലക്ഷണമാണ് കാണുന്നത്. ഇനി ഈശ്വരച്ച പോലെ. എന്നാ പിന്നെ യാത്രയില്ല. ഓ, ആയിക്കോട്ടെ. ബാല, രണ്ടാളും കൂടെ ഡോക്ടറെ അടുത്ത് പോയി ഒരു ചെക്കപ്പ് കഴിക്കണം. അതൊന്നും വേണ്ട, വേണം, ഇന്ന് തന്നെ കാണണം. ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ആലോചിക്കാം. ആലോചിച്ചാ പോരാ. ലേഖേ, വേഗം തയ്യാറായിക്കോളൂ. മുത്തശ്ശി, തടസ്സം ഒന്നും പറയണ്ട. രണ്ടാളും പുറപ്പെട്ടോളൂ. അതിന് ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പറയുന്നതനുസരിച്ചാ മതി. ആന്റിക്ക് സത്യാവസ്ഥ അറിയാത്തോണ്ടാ. ബാലേട്ടന് 2 കൊല്ലം കഴിഞ്ഞു മതിയെന്നാ. ബാല, അച്ചമ്മയ്ക്ക് തൃപ്തിയായി. മരിക്കണേന് മുമ്പ് നിന്റെ കുട്ടിയെ ഈ കൈകൊണ്ടെടുക്കണമെന്ന് അച്ചമ്മ ആശിച്ചു പോയി. അച്ചമ്മേ, അച്ചമ്മേ, ഓടാ ഒരുത്തരില്ലാത്തവനെ. ഞങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞവനല്ലേ നീ? ഞങ്ങളോടില്ലെങ്കിലും നിന്റെ തലയിലും താഴത്തും വെക്കാതെ വളർത്തി ആ പാവത്തിന് കണ്ണീര് കുടിപ്പിച്ചാൽ നീ എങ്ങനെ ഗുണം പിടിക്കും? നിന്നെ ഞാൻ കുറ്റം പറയില്ല മോളെ. എന്നാലും ഞങ്ങളെയൊക്കെ ഓർത്തെങ്കിലും ഇവന്റെ വാക്ക് നീ കേൾക്കരുതായിരുന്നു. ഇനി അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമുക്ക് വഴി ഉണ്ടാക്കാടാ, നീ വിഷമിക്കണ്ട. ബാലേട്ടാ, ഓ, ഒരു ബാലേട്ടൻ! എന്തൊരു അഭിനയം! ഭർത്താവിനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകയല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ അച്ഛമ്മ എന്നെ ശാസിക്കുന്നത്. എല്ലാം ഞാൻ സഹിക്കും. എന്റെ അച്ഛമ്മയുടെ അമ്മയുടെ കണ്ണു നിറഞ്ഞാലുണ്ടല്ലോ. സോറി ബാലേട്ടാ, അതല്ലാതെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി കഴിയുന്നവരാ ഈ തറവാട്ടിലുള്ളവരെല്ലാരും. പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇനി എന്റെ ഊഴോ. ഈശ്വരൻ കനിയുമെന്നുള്ള വിശ്വാസത്തിൽ നാളുകൾ തള്ളി നീക്കിയാണവർ. അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് അലിഞ്ഞുകൂടെ? ഈ ദീർഘവീക്ഷണം അന്ന് എനിക്കുണ്ടായിരുന്നു. പറഞ്ഞു, മനസ്സിലാകുന്ന ഭാഷയിലൊക്കെ. പ്രോമിസ് ചെയ്തിട്ടല്ലേ ഞാൻ സമ്മതിച്ചേ. പെണ്ണല്ലേ, അലിയുമെന്ന് കരുതി. ഞാനും അതെ, ആണായതുകൊണ്ട് വാക്ക് പാലിക്കുന്നു. ബാലേട്ടാ, എനിക്ക് സെന്റിമെന്റ്സ് ഇല്ലാന്നൊന്നും കരുതണ്ട. മനസ്സിൽ കൂടി അത് തോന്നണം. അതുവരെ എന്തോ സങ്കീർണമായ പ്രശ്നം അവൾക്കുണ്ട്. ഒരു പ്രശ്നവുമില്ല. അവൾക്ക് അവളുടെ ശരീര സൗന്ദര്യമാണ് പ്രധാനം. അല്ലാതെ നമ്മളെ പോലെ സ്നേഹം, ബന്ധം ഇതൊന്നും തരും പോലുമില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. വേണ്ട, ഇനി ഒരടവും പ്രയോഗിക്കാൻ ഞാനില്ല. ഇപ്പൊ ആ അവസ്ഥയിലല്ല ഞാൻ. അച്ഛമ്മ എന്നോട് മിണ്ടനില്ല. അമ്മയാണെങ്കിൽ ഞാൻ ഏതോ ഒരു അപരാധം ചെയ്ത പോലെയാ. ഒക്കെ മാറൂടാ. എവിടെയോ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഭവിഷ്യത്ത് എന്തു ആയിക്കോട്ടെ, ഞാൻ തുറന്നു പറയാൻ പോവാ. അറ്റ കൈക്ക് ഒരു പരീക്ഷണം നടത്തിയാലോ ബാല? എന്താ? ഇപ്പൊ ആവശ്യം അവളെ നിന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഒരുപക്ഷെ ആരെങ്കിലും കൂടോത്രം ചെയ്തുകൊണ്ടായിരിക്കാം അവൾ അകൽച്ച കാണിക്കുന്നത്. അതിനേറ്റവും നല്ല വഴി മന്ത്രവാദമാണ്. കഷ്ടം, ഓരോ ബുദ്ധി ഉദിക്കണതേ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ബാല, മന്ത്രവാദം വേണ്ടെങ്കിൽ വേണ്ട. ഒരു രോഗമുണ്ടെങ്കിൽ ചികിത്സയും ഉണ്ടാവും.
നമ്മുടെ മാധവേട്ടന് ആയുർവേദം മാത്രമല്ലാതെ ചില ലൊട്ടിലൊടുക്കു വേലകൾ അറിയാം. ഭർത്താവിനെ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞു നടന്നൊരു പെണ്ണുണ്ടായിരുന്നില്ലേ? ആ നമ്മുടെ തെക്കുംപറമ്പിലെ ചക്കയുടെ മോള് വള്ളി മാധവേട്ടൻ ചികിത്സിച്ചു. ഓങ്ങിയ കൊടുവാള് താഴെ ഇട്ടിട്ട് കെട്ടിയവന്റെ കഴുത്തിൽ കെട്ടിയൊരു പിടുത്തം. ആ വിദ്യ. ചേട്ടാ ഒന്ന് വന്നേ. ആ വിദ്യ അറ്റ കൈക്ക് പ്രയോഗിക്കാനുള്ളതാ. ആട്ടെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എന്താ എന്നെ അറിയിക്കാഞ്ഞ്? ഇതൊക്കെ എങ്ങനെയാ ചെറിയ പറയണത്? പിന്നെ ഈ ശുംഭന്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചു. സംഗതി കൊള്ളായപ്പോ എന്റെ അടുത്ത് വന്നു. നിങ്ങളെന്നല്ല, എല്ലാരും അങ്ങനെയാ. എന്തെങ്കിലും അസുഖം വന്ന ഓടും ഡോക്ടറെ അടുത്തേക്ക്. അതിനൊന്നും പ്രകൃതി കാണാതാവുമ്പോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാധവന്റെ അടുത്ത് വരും. അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും. ഇവിടെ ആർക്കും രോഗവുമില്ല, ചികിത്സയും വേണ്ട. മാധവേട്ടന് ഇതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം, സമാധാനായിട്ടിരിക്കെ. പിന്നെ ഇതൊരു രോഗമല്ലെന്ന് പറയാൻ പ്രശസ്തനായ ഒരു വൈദ്യൻ നിലയ്ക്ക് ഞാൻ തയ്യാറല്ല. അവളിങ്ങനെ ചിന്താഗതി ഉള്ളത് തന്നെ രോഗലക്ഷണമാണ്. അലോപ്പതിക്കാര് ഇതിന് മാനസിക രോഗത്തിനുള്ള ചികിത്സ തുടങ്ങും. എന്ന എന്റെ ചികിത്സയുടെ സമ്പ്രദായം മറച്ചാ. എന്നിട്ട് ചെറിയ ചിലപ്പോ ചികിത്സിക്കാൻ പോവാണോ? ആ, എന്റെ പൊന്ന് ചെറിയച്ച, ഇത് വീട്ടിലുള്ളവരെല്ലാരും അറിയിപ്പിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വിനാശകാലേ വിപരീത ബുദ്ധി. ഏതായാലും നല്ല സമയത്താ നീ വന്നത്. അതിനുള്ള ബുദ്ധി തോന്നിയത് നിന്റെ ഭാഗ്യം. ആയുർവേദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു രോഗിക്ക് ചികിത്സ വേണമെന്ന് തോന്നല്. വല്ലതും പറയാനേ പറയേ, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. പറയാം. അഷ്ടാംഗത്തിൽ എന്നെ പ്രതികരിയില്ല. നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു സൂത്രപ്പണിയുണ്ട്, അല്പം കഠിന. വശീകരണം. അംഭോജം അമ്പു കടലാടി ഉഴിഞ്ഞ ഉമ്മം മാമ്പൂവ് നിശ വാഗ വന്നി മുതക്കുമൊപ്പം പാച്ചോറ്റി നീരിലൊരു യാമമരച്ചശിച്ചാൽ മങ്കയ്ക്കു പൂതിയുണരും രതി തന്നിലേറ്റം. 11 കൂട്ടം മരുന്നാ ഞാൻ ഉണ്ടാക്കി തരാം. അത് സേവിച്ച മങ്കയ്ക്ക് പൂതിയുണരും. അയ്യോ, മതി മതി മാധവേട്ട, ബാക്കി ഇവൻ ഏറ്റു. ഒരെണ്ണേ തരുള്ളൂ, അത് തന്നെ അധിക. ബാക്കി ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യമുള്ള ആളിന് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ചെറിയച്ച പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഏയ്, ധൈര്യമായിട്ട് കഴിക്കാം. എന്നാലും ഏതെങ്കിലും മൃഗത്തിന് കൊടുത്ത് ഒരു പരീക്ഷണം നടത്തിയിട്ട് പോരെ? നടത്തി. മൃഗത്തിനല്ല, മനുഷ്യന്. അതൊരു സ്ത്രീക്ക്. കനകലരേ, ആ ഞാൻ തന്ന മരുന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? അനുഭവം പറഞ്ഞു കൊടുക്കൂ. ഇപ്പൊ ബോധ്യായല്ലോ. കറുത്ത വാവിന്റെ അന്ന് കൊടുത്താ മതി, ഫലം കൂടും. അല്പം തേനിൽ ചാലിച്ച് അങ്ങോട്ട് സേവിച്ചാ മതി.